നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടി ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന്റെ ജീവരക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗകനായ വിശുദ്ധ ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്നും നമ്മുടെ പരിശുദ്ധ കന്യകമറിയാമിൽ ജഡം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര കാലങ്ങളിൽ വിപ്രകാരം സംഭവിച്ചു. ശ്ലീഹന്മാർ മടങ്ങി വന്ന് അവർ ചെയ്ത സകലവും യേശുവിനെ അറിയിച്ചു. അവൻ അവരെ മാത്രം കൂട്ടിക്കൊണ്ട് ബെത്സദായിലെ ഒരു വിജന സ്ഥലത്തേക്ക് പോയി. അത് മനസ്സിലാക്കി ജനക്കൂട്ടം അവന്റെ പിന്നാലെ ചെന്നു. അവൻ അവരെ സ്വീകരിച്ച് ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിക്കുകയും രോഗശാന്തി ആവശ്യപ്പെട്ടവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. വൈകുന്നേരമായപ്പോൾ പന്തിരുവരടുത്തിയെന്ന് നാം ഈ വിജനപ്രദേശമായതിനാൽ ചുറ്റുമുള്ള ഗ്രാമങ്ങളിലേക്കോ കുടികളിലേക്കോ പോയി പാർക്കുവാനും ഭക്ഷണം കഴിക്കുവാനും ജനത്തെ പറഞ്ഞേക്കണമേ എന്ന് പറഞ്ഞു. യേശു അവരോട് നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവിനെന്ന് പറഞ്ഞു. ഈ ജനങ്ങൾക്കെല്ലാം വേണ്ട ആഹാരം ഞങ്ങൾ പോയി വാങ്ങാതെ ഇരുന്നാൽ ഞങ്ങളുടെ പക്കൽ 5 അപ്പവും 2 മീനുമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് അവർ പറഞ്ഞു. അവിടെ പുരുഷാരം തന്നെ 5000 പേരോളം ഉണ്ടായിരുന്നു. അവരെ 50 പേർ വീതം ബന്ദികളായിരുത്തുവിനെന്ന് യേശു പറഞ്ഞു. ശിഷ്യന്മാർ അങ്ങനെ ചെയ്തു. യേശു 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി മുറിച്ച് ജനത്തിന് വിളമ്പുവാനായി ശിഷ്യന്മാർക്ക് കൊടുത്തു. എല്ലാവരും ഭക്ഷ്യതൃപ്തിയായി. ശേഷിച്ച കഷ്ണങ്ങൾ അവർ 12 കുട്ട നിറച്ച് ശേഖരിച്ചു. ബാറക്കുമോർ, നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ.